asking on your face. എന്തായിരുന്നു പുതപ്പിന്റെ അടിയിൽ? ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. കുറെ ദിവസമായിട്ട് കാണുന്ന കമന്റ്സും എല്ലാം ഒരൊറ്റ കാര്യമാണ്. കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. Let me ask you on your face. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്തായിരുന്നു പുതപ്പിന്റെ അടിയിൽ? മേ ബി അതായിരിക്കും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കാനുള്ള ഒരു ചോദ്യം. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഞങ്ങള് മാത്രമല്ലായിരുന്നു, രന ഫാത്തിമ ഉണ്ടായിരുന്നു, പിന്നെ ശൈത്യ ഞങ്ങളുടെ കൂടെ കിടക്കുക. പക്ഷെ ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇനി പുറത്തിറങ്ങില്ലേ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അപ്പൊ യു ഹാവ് ടു വാച്ച് ഓൾ മൈ ഇന്റർവ്യൂസ്. അതിലൊക്കെ എല്ലാരും പറഞ്ഞു there is something under the പുതപ്പ്. കഥകൾ എന്താ, ആർക്കാ പാടി നടക്കാൻ വയ്യാത്തേ? We were bonding, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കില്ലെന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ആദില, നൂറ, അനുമോൾ 3 ആൾക്കാർ ഒരു പുതപ്പിന്റെ ഉള്ളിലിരുന്നായിരുന്നു. അവർക്ക് എന്തിനാ പറഞ്ഞു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അല്ല, ഒരു പെൺ ലെസ്ബിയൻ കപ്പിളിന്റെ കൂടെ കിടക്കുമ്പോ അത് ശരിയല്ല. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയില്ല. പക്ഷെ ശരി നിങ്ങളാരാ വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയില്ല. ഒരു ചെറുക്കനും പെണ്ണ് കിടന്നപ്പോ പ്രോബ്ലം. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ അല്ലായിരുന്നു. just say you're complicating it. അല്ല, പക്ഷെ അതോർത്തില്ല കോംപ്ലിക്കേറ്റിംഗ് തിങ്സ് ബിക്കോസ് ആൾക്കാർ പറയണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. നീ ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. My question was simple. എന്തായിരുന്നു പുതപ്പിന്റെ അടിയിൽ? ഗോ സ്റ്റോറീസ്. സിമ്പിൾ. അത്ര ഞാനൊരു ആൻസർ ചോദിച്ചോളൂ. ഒത്തില്ല എന്താണ് ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നത്തിങ് എന്ന് പറയാം, സംതിങ് ഇസ് ദേർ എന്ന് പറയാം. അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട, സീരിയലിന്റെ അളവിൽ മതി. അതൊരു കണ്ടന്റ് ആയിരുന്നു. ബിക്കോസ് ഒരു ദിവസം ജിസേൽ തന്നെ പറഞ്ഞു എനിക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേറെ ഒന്നും വേണ്ട, ഒരു പുതപ്പ് മാത്രം മതി. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കാം. വിശ്വസിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടേ ഉണ്ട്. അതൊരു കണ്ടന്റ് ആയിരുന്നോ ഇത്രയും ദിവസം? പോയില്ലേ അങ്ങനെ? അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കേ.